ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റിക്കൽ ടെക് ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നല്ല അടിപൊളി അടാറ് ട്രെൻഡ് ഡൗൺ ഡേ ആയിരുന്നു. റഫറൻസ് ലെവലൊക്കെ ഒന്ന് മാറി കിടക്കുകയാണ്. പക്ഷേ ബാങ്ക് നിഫ്റ്റി നമ്മളെ ഫസ്റ്റ് ടാർഗറ്റ് തന്നിട്ടുണ്ട്, അതിന് താഴേക്ക് പോയിട്ടുണ്ട്. പക്ഷേ നിഫ്റ്റി മിഡ് ക്യാപ്പുമായിരുന്നു അടിപൊളി ട്രേഡ് തന്നത്. അടിപൊളി ട്രേഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റ് വരെ തന്ന ദിവസമായിരുന്നു. ഈവൻ ഞാൻ ഇന്നലെ പറഞ്ഞു 25,975 വരുമെന്ന് പറഞ്ഞ് കൃത്യമായിട്ട് പറഞ്ഞു. ആ 25,970 വന്നു, 25,860 ഭാഗത്തേക്ക് വന്നാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുമ്പോൾ. ചുരുക്കി പറഞ്ഞ ലെവലുകളൊക്കെ കൃത്യമായിട്ട് അച്ചട്ടായിട്ട് മാർക്കറ്റിൽ ആക്റ്റീവ് ചെയ്ത് വന്ന ഒരു ദിവസവും കൂടെ ആയിരുന്നു കൃത്യമായിട്ട് കടന്നുപോയത്. എല്ലാവർക്കും നല്ല അടിപൊളി അടാറ് പ്രോഫിറ്റ് കിട്ടിയ ദിവസമായിരുന്നു. നമ്മുടെ പ്രോഫിറ്റുള്ള ട്രേഡേഴ്സിനൊക്കെ നല്ല കിട്ടില്ല പ്രോഫിറ്റ് കിട്ടി. എൻ്റെ കൂടെ മെന്ററിങ് ബാച്ചിലുള്ളവർക്ക് നല്ല പ്രോഫിറ്റ് കിട്ടി. എൻ്റെ ലെവല് കൃത്യമായിട്ട് ഫോളോ ചെയ്തവർക്കെല്ലാം കിഡിലൻ ട്രേഡ് പ്രോഫിറ്റബിലിറ്റി കിട്ടിയ ദിവസമായിരുന്നു. നല്ലൊരു ഹാപ്പിയോട് കൂടിയായിരുന്നു. കുറച്ച് ദിവസം ശേഷം എൻ്റെ ഈ മുഖത്തുള്ള വിഷാദമൊക്കെ മാറിയിട്ട് ട്രേഡ് ഒരു ഹാപ്പി ആയിട്ടുള്ള മൂഡിലേക്ക് വന്ന ദിവസവും കൂടെ ആയിരുന്നു ഇന്ന് മാർക്കറ്റില്. കിടിലൻ ഡേ ആയിരുന്നു. നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി എവിടെ നിന്നാണോ ഈ റാലി സ്റ്റാർട്ട് ചെയ്തത്, ഈ ഭാഗത്ത് നിന്നാണ് നിഫ്റ്റി റാലി സ്റ്റാർട്ട് ചെയ്തത്. 860, 850 ഭാഗത്ത് നിന്ന് റാലി സ്റ്റാർട്ട് ചെയ്ത് അത് 367 വരെ പോയി തിരിച്ച് എവിടെ തുടങ്ങിയോ അവിടെ വരെ വന്ന് കപ്പടിച്ച ദിവസമായിരുന്നു കൃത്യമായിട്ട് അവസാനിച്ചു. ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് ഒരു പോസ് മോഡിലേക്ക് വരാൻ പോകുന്നു. 25,826 ഭാഗത്ത് നിഫ്റ്റിക്ക് ഒരു സപ്പോർട്ട് ഉണ്ട്. അത് പൊട്ടിയാൽ മാർക്കറ്റിൽ ഹെവി സെല്ലിംഗ് വരും. അപ്പൊ നമുക്ക് നാളത്തേക്കുള്ള റെഫറൻസ് ലെവലുകളെല്ലാം വരച്ചിട്ട് ബാക്കിയുള്ള കാര്യത്തിലേക്ക് കടക്കാം. സോ നമ്മളെ സംബന്ധിച്ച് ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നു, ഈ റെഫറൻസ് ലെവലൊക്കെ നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പിന്റെ താഴേക്ക് കൊണ്ടുവന്ന് വച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. സോ മിഡ് ക്യാപ്പിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് ഒരു ട്രെൻഡ് ഡൗൺ ഡേ ആണ്. പക്കാവ് പറയുകയാണെങ്കിൽ എന്താണ്, ഒരു ട്രെൻഡ് ഡൗൺ ഡേ ആണ്. ഡീപ്പ് ഡിറക്ഷൻ കൃത്യമായിട്ട് ഇന്ന് സക്സസ്ഫുൾ ആയ ദിവസം. ഡിറക്ഷൻ ഫെയിലർ ആയിക്കൊണ്ടിരുന്ന മാർക്കറ്റായിരുന്നു കുറച്ച് ദിവസങ്ങളിൽ. ഡിറക്ഷൻ വന്ന ഡീപ്പ് പീരീഡ് കൃത്യമായിട്ടൊരു സക്സസ്ഫുൾ വന്ന ദിവസവും കൂടെയായിരുന്നു കൃത്യമായിട്ട് ഇന്ന് കടന്നുപോയത്. പി ഒ സി നിൽക്കുന്ന 13,852 ഭാഗത്താണ് പി ഒ സി നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് പി ഒ സി താഴേക്ക് മാറ്റാം. 13,852 ഭാഗത്തേക്ക് ഞാൻ പി ഒ സി ഒന്ന് കൊണ്ടുവന്നു. ഇനി ഫ്രഷ് സെൽ എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ 13,725 താഴെ മാത്രമേ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. പഴയ ഒരു വാല്യൂ ഏരിയ ലോ ആണ്. 13,725 താഴെ മാത്രമേ ഞാൻ ഒരു ഫ്രഷ് സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുള്ളൂ. ഇനി ഫ്രഷ് ബൈങ് എന്ന് പറഞ്ഞാൽ 14,000 മുകളിൽ. എത്രയാണ് നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 14,000 എന്ന് പറഞ്ഞ റെഫറൻസ് ലെവൽ ഉണ്ട്, ഇപ്പോഴും ആക്ട് ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ ഞാൻ അതിനെന്ത് ചെയ്തു, പകരം റെഫറൻസ് ലെവൽ ഞാൻ മറന്ന് 13,941 ഇന്നത്തെ വാല്യൂ ഏരിയ ഹൈക്ക് മുകളിൽ 13,950 മുകളിൽ മാത്രമേ ഞാൻ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ 13,950 മുകളിലാണ് നമുക്ക് ബൈ ഉള്ള. 13,725 താഴെ നമുക്ക് സെല്ലിംഗ് ഉള്ളത്. സോ 13,725 പൊട്ടിയാൽ നമുക്ക് എങ്ങോട്ട് പോകും, അതാണ് നോക്കേണ്ടത്. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയാൻ നമ്മളെ സംബന്ധിച്ച് ഈ സീര ലോയായ 13,000 കൃത്യമായി പറയുകയാണെങ്കിൽ 13,680 ഭാഗത്തേക്ക് ഫസ്റ്റ് ടാർഗറ്റ് 13,680 ഭാഗത്തേക്ക് വരും. അതാണ് എന്റെ സംബന്ധിച്ച ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് ടാർഗറ്റ് 13,623 പറഞ്ഞ ഈ പി ഒ സിയുടെ ഭാഗത്ത് എത്രയാണ്, 13,623 13,623 ഭാഗത്തും. അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്തത് 13,579 എത്രയാണ്, 13,579 ഭാഗത്തേക്കും വരാം. ഇതൊരു ട്രംപിന്റെ താരിഫ് ഒക്കെ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ മാർക്കറ്റ് ഇങ്ങനെയൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെ എന്തോ താരിഫിന്റെ റിവേഴ്സൽ റാലി, താരിഫിനെ കുറിച്ചുള്ള ഡിസിഷൻ ഒക്കെ നാളെ വരും എന്നൊക്കെ അങ്ങനെയൊക്കെ നെഗറ്റീവായിട്ടുള്ള ന്യൂസുകളൊക്കെ മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. അതിന് നമുക്ക് മാർക്കറ്റിനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്താണ്, ട്രംപ് അവിടെ ഇരുന്ന് നല്ല വൃത്തി അടാറ് പണികളൊക്കെ വെനിസ്വേലയ്ക്ക് കൊടുത്തു. അതിനുശേഷം ആർക്കവൻ പണി കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. പഴയ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഏത് സിനിമ ആയത്, ഒരു ജൂനിയർ മാൻഡ്രാഗൺ സിനിമയിൽ ആ മൊട്ടഭൂതം കിട്ടിയ അവസ്ഥയിലാണ് നമ്മുടെ ഇപ്പോഴത്തെ വേൾഡ് മാർക്കറ്റ് പൊക്കോണ്ടിരിക്കുന്നത്. ട്രംപാണ് ആ മൊട്ടഭൂതം. അവൻ കൃത്യമായിട്ട് അങ്ങോട്ട് ആരെ കയ്യിൽ പോകണോ അങ്ങോട്ട് പണി കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ വെനിസ്വേലയ്ക്ക് പണി കൊടുത്തു, റഷ്യയുടെ ഓയിലിന്റെ വന്നുകൊണ്ടെന്ന് ഏതോ സാധനത്തിനെ പിടിച്ചു കയറ്റി, അങ്ങനെ കുറെ നെഗറ്റീവ് ന്യൂസുകളൊക്കെ മാർക്കറ്റ് നടക്കുന്നുണ്ട്. സൂക്ഷിച്ച് കണ്ടും ചെയ്തില്ലെങ്കിൽ പണി കിട്ടുന്ന ഒരു മാർക്കറ്റും കൂടെയാണ്. അപ്പൊ അതുകൊണ്ട് നല്ലൊരു സെല്ലിങ്ങോടുകൂടി താഴേക്ക് മാർക്കറ്റ് ഇറങ്ങി വന്നിട്ടുണ്ട്. അതൊരു ഗുഡ് ന്യൂസ് ആണ്. ഇനി നമുക്ക് ഞാൻ പറഞ്ഞു 950 മുകളിലാണ് ബൈ. അങ്ങനെ ഫസ്റ്റ് ടാർഗറ്റ് എവിടെ വരും,
13,990 ഭാഗത്തേക്ക് ഫസ്റ്റ് ടാർഗറ്റ് വരാൻ 3990 ഭാഗത്ത് ഒരു ഫസ്റ്റ് ടാർഗറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ അടുത്ത എത്രയാണ് 39, അടുത്ത വരുന്നത് ഇത് ഈ പറഞ്ഞ ഏരിയ 14,030 എത്രയാണ് 14,030 ഭാഗത്തേക്ക് വരാനും തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 14,070 ഭാഗം എത്രയാണ് 14,070 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇതാണ് നമുക്ക് മാർക്കറ്റിൽ പറയാനുള്ളത്. സോ 13,950 മുകളിൽ കുറച്ച് ഫില്ലിംഗ് ഒക്കെ നടത്താനുള്ള ചാൻസ് ഉണ്ട്. 13,725 പൊട്ടുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ POC കണ്ടുള്ള 13,622 വരെ മെയിൻ റിവേർഷൻ ട്രേഡ് സെറ്റപ്പ് വളരെയധികം പോസിബിൾ ആയാണ് മിഡ് ക്യാപ്പിൽ വരുന്നത്. സോ ഓപ്പൺ ഓപ്ഷൻ ആയിരുന്നു, അത് ടേൺ ചെയ്ത് ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് ആയിട്ട് വന്നൊരു OTD ഓപ്പണിംഗ് ആണ്. ട്രെൻഡ് ഡൗൺ ആയ മാർക്കറ്റാണ്, ട്രെൻഡ് ഡൗൺ ആയി OTD ഓപ്പണിംഗ് വന്ന മാർക്കറ്റാണ് ഉള്ളത്. ഇനി ബാങ്ക് നിഫ്റ്റി. സോ ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരു ട്രെൻഡ് ഡൗൺ എന്ന് പറയാൻ പറ്റും, ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ് ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. POC 59,745 അവിടെയാണ് POC നിൽക്കുന്നത്. അപ്പൊ ഞാൻ ആ POC ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. 59,745 അവിടെയാണ് POC നിൽക്കുന്നത്. ഇനി ബുള്ളിഷ് റെഫറൻസ് ഞാൻ പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ 60,060 മുകളിൽ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കും. എത്രയാണ് 60,060 മുകളിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ബൈയെ കുറിച്ച് ഞാൻ ചിന്തിക്കും. അത് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 60,146 ഭാഗത്തേക്ക്. എത്രയാണ് 60,147 ഭാഗത്ത് 60,147 ഭാഗത്തേക്ക് വരും. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ അടുത്ത് 60,270 ഭാഗത്തേക്ക്. എത്രയാണ് 60,270 ഭാഗത്തേക്ക് വരാം. അതിനു മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 60,380 ഭാഗത്തേക്ക്. എത്രയാണ് 60,380 ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റി വരാം. കാരണം ബാങ്ക് നിഫ്റ്റിക്ക് വലിയ മൂവ്മെന്റ് ഒന്നും ഇല്ല കേട്ടോ. ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബാൻഡ് ഒക്കെ വളരെ ചുരുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയ്ക്കാണ് ബാങ്ക് നിഫ്റ്റി വരുന്നത്. കാരണം ബാങ്ക് നിഫ്റ്റിക്ക് വലിയ മൂവ്മെന്റ് ഇല്ല, പക്കാ ഒരു നോർമൽ ഓപ്പൺ ഓപ്ഷൻ ആയിരുന്നു, നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ് ബാങ്ക് നിഫ്റ്റി. നിഫ്റ്റിക്കും മിഡ് ക്യാപ്പിലാണെങ്കിൽ ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് നോർമൽ ട്രെൻഡ് ഡൗൺ ആണെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് ട്രെൻഡ് ഒന്നും വന്നിട്ടില്ല, ജസ്റ്റ് ഒരു ഫ്ലാറ്റ് മാർക്ക്. നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം 0.53 ഉള്ളൂ ഡൗൺ വന്നിട്ടുള്ളത്. സോ 59,745 ഭാഗത്താണ് POC. ഇനി ബെയറിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ എടുക്കുന്നതെന്ന് വെച്ചാൽ 59,600 താഴെ ഇനി ഒരു ബെയറിഷ് റെഫറൻസ്. എത്രയാണ് 59,600 താഴെ മാത്രമേ ഞാനൊരു ബാങ്ക് നിഫ്റ്റിയിൽ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അതിന് താഴെ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അത് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 59,480 ഭാഗത്തേക്ക് പോകും. എത്രയാണ് 59,480 ഭാഗത്തേക്ക് പോകാനുള്ള ഫസ്റ്റ് ടാർഗറ്റ് അവിടെ ഉണ്ട്. അതിന് താഴെ നിൽക്കുമ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ 59,350 ഭാഗത്ത്. എത്രയാണ് 59,350 ഭാഗത്തേക്കും. തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 59,200. എത്രയാണ് 59,200 എന്ന് പറഞ്ഞ ആ ഒരു റൗണ്ട് നമ്പറിന്റെ ഭാഗത്തേക്ക് വരാം. ചുരുക്കി പറഞ്ഞാൽ 59,600 പൊട്ടുകയാണെങ്കിൽ ഈ 59,000 വരെ വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റി കൂടുതലാണ്. സോ പക്ഷേ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബാൻഡ് വെച്ച് ബാങ്ക് നിഫ്റ്റിക്ക് അത്രയ്ക്കുള്ള മൂവ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് ഈ റെഫറൻസ് ലെവൽ കൃത്യമായിട്ടൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അങ്ങനെ വലിയൊരു ട്രേഡബിൾ സെറ്റപ്സ് ഒന്നും ബാങ്ക് നിഫ്റ്റി നടക്കുന്നില്ല. പ്രത്യേകിച്ച് റിസൾട്ട്സ് ഒക്കെ വരാൻ പോകുന്നതുകൊണ്ട് മാർക്കറ്റ് എങ്ങനെ വരുമോ ഇല്ലയോ എന്നൊരു കൺഫ്യൂഷനിൽ മാർക്കറ്റ് പോകുന്നത് കൊണ്ട് ഈ ഒരു ആക്ഷനബിൾ ട്രേഡ് വരുന്നില്ല. അത് നിങ്ങൾ ഓർത്ത് ബാങ്ക് നിഫ്റ്റി സൂക്ഷിച്ച് കണ്ട് ബാങ്ക് നിഫ്റ്റി ചെയ്യുക. നിഫ്റ്റി നമ്മുടെ എല്ലാ റെഫറൻസ് ലെവലും പൊട്ടി ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ് തന്ന ഒരു തേർഡ് ടാർഗറ്റ് തന്ന ഒരു ട്രെൻഡ് ഡൗൺ ഡേ ആണ്. 25,927 ഭാഗത്താണ് POC വന്നിരിക്കുന്നത്. 25,927 ഭാഗത്ത് 25,927 ഭാഗത്താണ് ഈ POC വന്നിരിക്കുന്നത്. ഞാൻ POC ഒന്ന് മാർക്ക് ചെയ്തു. ഇനി 25,850 താഴെയാണ് ഞാൻ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുക. 25,850 താഴെ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഞാൻ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ആ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ അത് 25,810 ഭാഗത്ത് S1 എന്ന് പറഞ്ഞാൽ 25,810 ഭാഗത്തേക്ക് വരാം. അതിന് താഴെ സസ്റ്റെയിൻ ചെയ്താൽ 25,700 ഈ ഒരു ഇമ്പോർട്ടന്റ് ഏരിയ നമ്മൾ ഈ പ്രൊഫൈലിന്റെ ഭാഗത്തേക്ക് വരും. അതായത് ഈ ഒരു ബി പീരീഡിൽ വന്ന എൽപിന്റെ ലോ 25,765. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 25,765 25,765 ഭാഗത്തേക്ക് വരാനും അതിന് താഴെ സസ്റ്റെയിൻ ചെയ്ത ഈ ലോവർ ലെവലായ 25,700 ഭാഗത്തേക്ക് എത്രയാണ് 25,700 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെ കൂടുതലാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ടാർഗറ്റിൽ അടുപ്പിച്ചടുപ്പിച്ച് കിടക്കുന്നതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ റിപ്പോർട്ട് എടുത്ത് പോവുക. ഇനി ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഇനി എനിക്ക് ബുള്ളിഷ് റെഫറൻസ് നിഫ്റ്റിയെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ
ഞാൻ ഇനി ഈ പ്രൊഫൈലിന്റെ ഭാഗത്ത് 26,060 മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ ഇനി ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. കേട്ടല്ലോ, 26,060 മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അത് ഫസ്റ്റ് ടാർഗറ്റ് 26,100 ഭാഗത്തേക്ക്. എത്രയാണ്? R1 എന്ന് പറഞ്ഞാൽ 26,100 ഭാഗത്ത് 26,100 ഭാഗത്തേക്ക് വരാം. അതിന് മുകളിൽ 159 എന്ന് പറഞ്ഞ വാല്യൂ ഏരിയ, ഈ ഒരു വാല്യൂ ഏരിയ ഹൈ 26,159 ഭാഗത്തേക്ക് വരാനും, തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പം 25,200 എത്രയാണ്? 26,200 26,200 26,200 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റിയെ സംബന്ധിച്ച് 25,850 പൊട്ടിയാലും പൊട്ടുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. പകരം 820 താഴെ വേണമെങ്കിൽ നല്ലൊരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. ഇതായിരിക്കും നിഫ്റ്റിയുടെ അപ്സൈഡും ലോവർ സൈഡും റെഫറൻസ് ലെവലിൽ കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. അതിന് ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരു കൂടുതൽ ഞാനൊരു യൂട്യൂബിൽ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ 5 പൈസയുടെ ഞാനൊരു ടൈപ്പ് വെച്ചിട്ടുണ്ട്, റെഫറൻസ് ഒരു റെഫറൽ ഇത് വെച്ച്. നിങ്ങൾക്ക് അത് ഇപ്പൊ അത് നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉള്ള കാര്യങ്ങൾ ചെയ്യണമല്ലോ. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ 5 പൈസയിൽ അക്കൗണ്ട് എൻ്റെ റെഫറൽ ലിങ്ക് വഴി ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ട്രേഡ് പ്ലാനിൻ്റെതും എന്താണ്, പിന്നെ ഫ്യൂച്ചേഴ്സിന്റെ റെഫറൻസ് ലെവലുകൾ, നമ്മൾ ഈ സ്പോട്ടി വരയ്ക്കുന്നതിന് തന്നെ ഫ്യൂച്ചേഴ്സിന്റെ റെഫറൻസ് ലെവൽസും അവർക്ക് കിട്ടുന്നതാണ്. അത് കൃത്യമായിട്ട് അത് നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടി നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. കൂടുതൽ എന്തെങ്കിലും അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ തമിഴിനെ കാണിച്ച നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി. സോ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് വീഡിയോ അയച്ചു കൊടുക്കാൻ മറക്കാതിരിക്കുക. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.